സാറിന് ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നെങ്കിൽ മുസ്ലിം വോട്ട്സ് കിട്ടുമായിരുന്നു അല്ലെ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മത്സരിക്കണമെന്ന് പറയുന്നത് തുല്യമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുവരെ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും മുസ്ലിം ബൂത്തിലല്ല എനിക്ക് മെജോറിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും ഇലക്ഷൻ വോട്ടുണ്ട്. മുസ്ലിങ്ങൾ അവരുടെ ആണല്ലോ ചിലപ്പോൾ കിട്ടാതെ വരുന്നത്. അതെല്ലാം ഉണ്ട്. നിത്യൻസിൻ്റെ ഉണ്ട്, ജീവരുടെ ഉണ്ട്, പിന്നെ നായർ, ഈഴവ ആൻഡ് ദളിത് നമുക്ക് തന്നെ പണ്ട് മുതൽ. അല്ല, എല്ലാവരും 200-200ഓളം ബൂത്തുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിൽ 22 ബൂത്തോറ്റേ യു ഡി എഫ് ലീഡ് ചെയ്തുള്ളൂ. എൻ്റെ എതിർത്ത ഒരു മുസ്ലിമാണ്, അറിഞ്ഞിരിക്കണം. ഷെയ്ഖ് പി ഹാരിസ്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലാണ്, പാലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എൻ്റെ സുഹൃത്ത് പി കെ സാഹിബിൻ്റെ കൊച്ചുമോൻ പി എ ഹാരിസിൻ്റെ മോനല്ലേ. ഒരു മുസ്ലിമാണ് മത്സരിച്ചത്. അപ്പോഴാണ് എനിക്ക് മെജോറിറ്റി ബൂത്തിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അത് കൊടുത്തില്ല. വെറും 40,000 വോട്ടേ കിട്ടിയുള്ളൂ. കോൺഗ്രസിന് 50,000 ഉണ്ടായിരുന്നു എന്നോട് മത്സരിക്കുമ്പോൾ. വെറും 40 കിട്ടിയുള്ളൂ. ആലപ്പുഴയുടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ VS-ന് ശേഷം പാർട്ടി ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചെറിയത് ജി സുധാകരൻ. പക്ഷേ പാർട്ടി പലതവണ അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട്. പാർട്ടി ആ രീതിയിൽ അങ്ങോട്ട് തിരിച്ച് അല്ല, എന്നോട് വേറെ നടപടിയൊന്നുമില്ല. ഈ താക്കിയതല്ല ഒന്നും ഉണ്ടായി. ഏറ്റവും അവസാനത്തെ ഈ താക്കിയത് താക്കിയത് മാത്രമേ ഉള്ളൂ. ഒഴിവാക്കാമായിരുന്നു ഒരു ഇതായിരുന്നു. അല്ല, താക്കിയതല്ലാതെ ഒരു നടപടി എൻ്റെ പേരിലുണ്ടായിട്ടില്ല. അത് മാത്രം. അതൊന്നും താക്കിയതിലൊന്നും പുറത്താക്കാനായിരുന്നല്ലോ ഉദ്ദേശം. ഈ ആരോപണം ഉന്നയിച്ചവരുടെയും കമ്മീഷൻകാരുടെയും ഉദ്ദേശം. പക്ഷേ കമ്മീഷണറുടെ വൈക്കമ്മീഷനോ TP രാമകൃഷ്ണനോ ഒരു ദോഷം ചെയ്തില്ല. കാര്യമാണ് അത് സംവിധാനം. അതായിക്കോട്ടെ. ഈ അറിയത്തില്ല എന്താണെന്ന്. അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. എനിക്കറിയില്ല. അതെന്തായാലും കഴിഞ്ഞല്ലോ. ഞാൻ അതിന്മേൽ സെൻട്രൽ കമ്മിറ്റിക്ക് അപ്പീൽ കൊടുത്തില്ലല്ലോ. എനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യം തോന്നില്ല. ചർച്ച കഴിഞ്ഞ് ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് ഈ നടപടിയൊക്കെ ലഘൂകരിച്ച് പോയത്. ഞാനും കൈവക്കി നടപടിക്ക്. ഞാനും കൈവക്കിയാണ് അവിടെ. അല്ല, ഞാൻ കൈ താത്തുണ്ട്. ഇൻഡിസെൻ്റ് പറഞ്ഞില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. അത് കഴിഞ്ഞ് എന്നെ ഉടനെ പിണറായി വിളിക്കുക. നടപടി കഴിഞ്ഞ് വെളിയിലോട്ട് നാക്കിയത് കഴിഞ്ഞ് ഞാൻ ഏകദേശം വേണ്ടി പോയി റൂമിൽ പോയി. അല്ല, ജയിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തിനായി പരാതി പറഞ്ഞത്? അപ്പോൾ എനിക്കും അതെല്ലാം സംശയം. കോടിയേരി അപ്പുറത്ത് അദ്ദേഹം ഇത് തന്നെ ചോദിക്കുക. പോട്ടെ, ഞാനതൊക്കെ വിലക്ക് എടുത്തു. അത്ര ഞാൻ പറയുന്നുണ്ട്. ഇന്നും സഹ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പഴയ ഒരു വ്യത്യാസം. എന്നെ വിളിച്ചല്ലോ ഇലക്ഷൻ കാലത്ത് വേണ്ടത്തേക്ക്. ഞാൻ പോയല്ലോ. എനിക്കത്ര യാത്ര ചെയ്യാൻ എങ്ങനെ ഞാൻ പോയി. ഇവിടെ ക്യാമ്പയിന് വന്നപ്പോൾ ട്രാവലർ ഹോട്ടലിൽ ഇരുന്നിട്ട് എന്നെ വിളിക്ക് വേണ്ടി ഞാൻ പോയല്ലോ. മുമ്പ് നിന്നെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞാൽ സംഘടനാപരമായി എനിക്ക് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ 72 യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. അപ്പം ഞാനിവിടെ പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും എന്നുള്ള ഞാനിപ്പോൾ ഭീതിയോടെ ഓർക്കുക. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് പേരെന്തായാലും അഡീഷണലായിട്ട് ചെയ്യുമല്ലോ. ഇല്ലായിരുന്നെങ്കിലോ ഞാൻ പ്രസംഗിച്ചു. 72 ഒരൊറ്റയാൾ അത്ര യോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല. ഒരൊറ്റയാൾ. പിണറായി സാഹിബ് മേജറായ 3 വലിയ റാലി പ്രസംഗിച്ചു. അങ്ങനെ ഒരു പാർലമെൻറ്റ് 3 ചെയ്തത്. അത് അങ്ങ് പോയി. പിന്നെ വലിയ ആൾക്കൂട്ടായിരുന്നു. ഞാനങ്ങ് ഉള്ളടക്കം വരെ പെരുമ്പളം ദ്വീപിൽ വരെ പോയി പ്രസംഗം. അവിടെ ഭൂരിപക്ഷം കിട്ടി. അവിടെ ആ 100 കോടി രൂപയുടെ പാലം ഞാൻ അന്ന് അനുവദിച്ച് അത് പൂർത്തിയാകാൻ പോവാം. 100 ആരിഫാണ് ആ പാലം ആവശ്യപ്പെട്ടത്. അതിന് ഒത്തിരി വികസനമൊക്കെ നടത്തി. അവിടെ ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ അവിടെ ഇപ്പോൾ 14,000 കുറഞ്ഞു. അപ്പോൾ വികസനം നടത്തിയിട്ട് വോട്ട് കുറഞ്ഞു. ഇത് എല്ലാവരും സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. CPM അങ്ങ് തകർന്നു പോയി എന്നുള്ളതല്ല. BJP അങ്ങ് പോകുന്നു എന്നുള്ളതൊന്നുമല്ല. ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചെറുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ്. ഇപ്പോഴും 79% വോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. പോൾ ചെയ്ത് 19 ഉള്ളൂ. എക്സെപ്റ്റ് തൃശ്ശൂർ. അത് പോട്ടെ, അടുത്ത തവണ എന്ത് കിട്ടും പുള്ളിക്ക് അവിടെ? അടുത്ത തവണ ജയിക്കത്തില്ല, ഉറപ്പ്. എഴുതി വെച്ചു. അന്നത്തെ വിവാദ പോസ്റ്റ് ഈ പറഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഏതാ? അന്ന് പിന്നെ അമ്പലപ്പുഴയിൽ ഈ സലാം SDP എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയല്ലോ. ആരിറക്കി? അന്ന് അങ്ങനെ ഒരു പോസ്റ്റർ വന്നായിരുന്നു. അതിന്റെ പേരിൽ അതൊക്കെ ഇവരൊക്കെ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് തന്നെ ചെയ്യുന്നതാ. അത് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാ. മനസ്സിലായില്ലേ? SDPക്കാരെന്ന് പറഞ്ഞാൽ തീവ്ര മുസ്ലിം വോട്ട് കിട്ടുമെന്ന് ഇട്ടവരെ വിചാരിച്ചു. ഇതൊന്നും ഇടേണ്ട കാര്യമില്ല. 15,000 ജയിച്ചില്ലേ? മുസ്ലിം ബൂത്തിലൊക്കെ അതിനേക്കാൾ കൂടുതൽ വോട്ട് എനിക്കാണ് കിട്ടിയത്. ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ എനിക്ക് കൂടാ. അവരത് മാത്രമാണ് പറഞ്ഞത്. ഞാൻ അയാളെ ഇലക്ഷൻ ക്ഷീണിപ്പിച്ചൊന്നും അതിനൊക്കെ വലുതാണ്. അതിനുള്ള കൊറോളറി അല്ലേ ഇതൊക്കെ. എന്നിട്ട് എന്തായി? ഞാനല്ലേ അപ്പോൾ എൻ്റെ പണി ഇതായിരുന്നു. എന്നാൽ എനിക്ക് അയാളുടെ പേര് പറയാതിരുന്നാൽ പോലെ അവിടെ. എനിക്ക് വേറെ പേര് പറഞ്ഞാൽ ഞാൻ എന്ത് പേര് പറഞ്ഞാൽ അവിടെ അംഗീകരിക്കും. ഞാനത് പറഞ്ഞല്ലോ. കോടിയേരി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ ഈ പേരെടുക്കത്തില്ല. എന്നോട് പറഞ്ഞല്ലേ.
എനിക്കിതെല്ലാം ബോധ്യമാണ്. അതൊക്കെ മനഃപൂർവ്വം ഇവരൊക്കെ തന്നെ ചെയ്യുന്നതാണ്. അതായത് വോട്ട് കൂടുതലായിട്ട് തീവ്രവാദ വോട്ട് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഇപ്പോഴും ആളുകൾ അതിനെപ്പറ്റി ഇത് പറയുന്നുണ്ടല്ലോ. ഇപ്പം അന്ന് മാത്രമല്ലല്ലോ. അതൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ച് കൊടുക്കണം. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അറിയാമോ? 3 പിന്നെ ഏതോ ഒരു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ അമ്പലപ്പുഴ സ്കൂളിൽ? ഒരു കുട്ടിയോ 3 കുട്ടിയോ? ഒരു കുട്ടി ചെയ്തില്ലേ? അപ്പോൾ അവിടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കഞ്ഞിപ്പാടത്തുള്ള കുട്ടികളാണ്. പാർട്ടി ഫാമിലിയാണ് എല്ലാവരും. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ വടക്ക്. ഞാനും സെക്രട്ടേറിയറ്റ് മിനിസ്റ്റർ അവിടെയാണ്. ഞാനവിടെ ഇരുന്നുകൊണ്ട് ഏരിയ സെക്രട്ടറി ഓമനക്കുട്ടനോട് പറഞ്ഞു, നാളെ ഹർത്താൽ നടത്തണം ഇതിനായിട്ട്, കൊലപാതകളെ പിടിക്കണമെന്ന്. അത് നടത്തിയില്ല. ഈ സലാമിൻ്റെ പേരിൽ ആരോപണം വന്നു. പുള്ളിയായി ബന്ധമുള്ളവരെ ഇത് ചെയ്തതെന്ന്. നോക്കെ നേരിട്ടൊരു ബന്ധമുള്ളവരല്ല. അപ്പോൾ STP ഇഷ്യൂ ഒക്കെ വന്നു. ഒരാളയാളെ സഹായിച്ചില്ല. ഞാൻ മുന്നേ വന്നു വൈകുന്നേരം. അടുത്ത ദിവസം ഹർത്താൽ നടത്തി. വളരെ ഉഗ്രമായ പൊതുയോഗം ഞാൻ നടത്തി. സലാമിനെ ഞാൻ അന്നാണ് ഇയാൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത്. അതുപോലെ പുള്ളി വീട്ടിൽ തന്നെ നിന്നു വിഷമിച്ചു പോയി. ഞാനാണ് കൊണ്ടുവന്നത്. ഞാൻ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജി സുധാകരൻ. എല്ലാ സ്ഥലത്തും വളരെ സഹായിച്ചു. എല്ലാവരും ആരെയും സഹായിക്കാതെ സഹായിക്കേണ്ട കാര്യം എന്താ? മനസ്സിലായില്ലേ? എന്തൊക്കെയാണ്? അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് എഴുന്നേറ്റ് വരുന്ന മട്ടിലാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ് നമ്മുടെ ഭാഗത്തോടും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് രഹസ്യമായിട്ട് ഈ പോസ്റ്റൊക്കെ ഇടുന്നത്, പേര് മാറ്റിയൊക്കെ. അവരെയൊക്കെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് അകറ്റണം. സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. സംശുദ്ധം കെട്ടിപ്പടുത്തത്. അതിലേക്ക് തന്നെ തിരിച്ചു വന്നേ പറ്റും. അതിൽ കുറച്ച് ആളുകൾ അല്ലാതെ വന്നിട്ടുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. അത് തെറ്റാണ്. പക്ഷേ അവർ വളരെ വോസിഫറസാണ്. ഏത് അവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സാന്നിധ്യം ഇങ്ങനെ അറിയിക്കുകയാണ്. അത് അവരുടെ സ്വഭാവമാണ്. ക്രിമിനൽസിൻ്റെ സ്വഭാവം. അത് അവർ ശക്തരെന്ന് കാണിക്കാൻ. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. അതിനെ എതിർക്കാൻ പേടിച്ച് അവരോടൊപ്പം പോകുന്നത് ഏത് പാർട്ടിപ്പെട്ട നേതാവായാലും വിൽ ബി ഡൂംഡ്. അല്ല, എന്നെ ഇതേ ഉള്ളൂ. പിന്നാട് ആക്രമണമൊന്നും നേരിട്ടൊന്നും വന്നിട്ടില്ല. ഈ പരാതി എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാം? നമ്മൾ മാറിക്കഴിഞ്ഞാൽ സ്ഥാനം കിട്ടണതിന്, അല്ലെങ്കിൽ തന്നെ സ്ഥാനം കിട്ടുമല്ലോ. നമ്മൾ നിർദ്ദേശിച്ചിരിക്കുകയല്ലേ. അയാളുടെ ഇലക്ഷൻ കൺവെൻഷൻ അധ്യക്ഷൻ ഞാൻ, SRP രാമേന്ദ്രപിള്ള ഉദ്ഘാടനം, അയാളുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഞാൻ, അയാളുടെ സ്വീകരണ യോഗങ്ങളിൽ 5 ദിവസം ഞാൻ രാവിലെ ഉദ്ഘാടനം ചെയ്തു. 19 പഞ്ചായത്ത് റാലികൾ, പഞ്ചായത്തിൽ 19 റാലികളാണ് ഞാൻ മണ്ഡലത്തിൽ നടത്തി. 300-400 ആൾ എല്ലായിടത്തും ഉണ്ട്. അല്ല പറ. എന്നിട്ട് ഗൾഫിലുള്ള എൻ്റെ മകൻ സ്വന്തം ചെലവിൽ വന്ന് വോട്ട് ചെയ്യാൻ വന്നു. വന്ന് വോട്ട് ചെയ്തിട്ടാണ് പോയത്. സലാമിൻ്റെ കാറിലാണ് എൻ്റെ മകൻ വോട്ട് ചെയ്യാൻ പോയത്. അതെന്താണോ എവിടെയോ ഒരു ആലോചന ഉണ്ടായി ചെയ്തതെന്നുള്ള വ്യക്തമല്ലേ. ഒരാലോചന ഉണ്ടായി ചെയ്തതാണ്. അതിനയാൾ അത് ഉറപ്പായ കാര്യമല്ലേ. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ ഞാൻ ആവശ്യം. അത് സംശയമില്ലാത്ത കാര്യമല്ല. എന്താണ് ജി സുധാകരനും അതിലൂടെ നേതാവിനെ ആക്രമിച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ് ആ സമയത്ത്? കാരണം അങ്ങ് എന്താ മന്ത്രിസ്ഥാനം, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. മന്ത്രിസ്ഥാനമൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് അതൊന്നൊരു പ്രശ്നം. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഞാൻ 2 തവണ ആരോടെങ്കിലും ശുപാർശ ചെയ്തു. ഒരു ശുപാർശയില്ലാതെ മന്ത്രിയാവില്ല. എൻ്റെ വീട്ടിൽ ശുപാർശ ചെയ്യുന്ന നേതാക്കന്മാരാരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും സാധാരണ കൃഷിക്കാരാണ് ഓണാട്ടുകരയിൽ. അതിൽ അച്ഛൻ മരിച്ചു പോയാൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ശുപാർശ ചെയ്യാനില്ല. ആരും ശുപാർശ അവർ എന്നെ എടുത്തു. ആദ്യത്തെ ഗവൺമെൻറ്റിൽ VS ഗവൺമെൻറ് ഞാൻ പെർഫോം ചെയ്തപ്പോൾ അതവർക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഗവൺമെൻറ്റിൽ പിണറായി തന്നെ ആയിരിക്കും മുൻകൈ എടുക്കാൻ. ആദ്യത്തിനും പിണറായി തന്നെ, VS അല്ല, പിണറായി തന്നെ മുൻകൈ എടുത്തു. ഞാൻ കൃത്യമായും PWDൻ്റെ ശേഷം മന്ത്രിസ്ഥായി അദ്ദേഹത്തിന് ദോഷമില്ലാതെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്തില്ലേ. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും പ്രവർത്തനം അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നു. സന്തോഷമുള്ള കാര്യമല്ല. അങ്ങ് ഈ ഗവൺമെന്റ് കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കോർപ്പറേഷൻ മിനിസ്റ്ററായിട്ട് അങ്ങ് ആദ്യത്തെ VS ഗവൺമെന്റിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് വിലക്കയറ്റം ഒക്കെ വന്നപ്പോൾ പിടിച്ചു നിർത്തിയത് ശരിക്കും സപ്ലൈകോ അല്ലായിരുന്നു, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഇതുണ്ടല്ലോ, കൺസ്യൂമറുടെയൊക്കെ ചത്ത് തൊലഞ്ഞ് കിടന്നതല്ല, കൊള്ളയടിച്ച് നശിപ്പിച്ചതല്ലേ. അതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന്
IAS വരെ LMS കോമ്പൗണ്ടിൽ ക്യൂ നിൽക്കുകയല്ലായിരുന്നു സാധനം വാങ്ങിക്കാൻ. എന്നിട്ട് കുട്ടനാട്ടിൽ പിന്നെ വെള്ളക്കെട്ടല്ലേ, 50 ലക്ഷം രൂപയ്ക്ക് ഒരു മിനി ഷിപ്പ് പോലെ ഉണ്ടാക്കി. അതിൽ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ കച്ചവടം, ഒരു ദിവസം 3 ലക്ഷം വിൽപ്പന, ഓരോ കടത്തിലും ചെല്ലും. അങ്ങനെ എന്തെല്ലാം നടന്നു. സിവിൽ സപ്ലൈസ് പരാജയപ്പെട്ട ഒരു സമയത്ത് ഈ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് ഇതിൽ ഇടപെടൽ. അതെ, ഞാൻ ഏത് പിന്നെ എന്നെ ഏത് പാർട്ടിയുടെ ജോലി ചെയ്താലും ഞാനതിനെ മെച്ചപ്പെടുത്തിയിട്ടേ പോലുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു രീതിയാണ്, അതെല്ലാവർക്കും അറിയാം, അതെവിടെയായാലും അങ്ങനെയാണ്. പിന്നെ പാർട്ടിക്ക് വളർച്ചയില്ലാതെ ഒരു ദോഷവും ഞാൻ കാണാനുണ്ടാക്കിയിട്ടില്ല. 2 തവണ ജില്ലാ സെക്രട്ടറിയായി ഇവിടെ, ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്തു. കുട്ടനാട് താലൂക്ക് സെക്രട്ടറി ആയിപ്പോയി. അത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടെ ഞാൻ ഓർക്കുന്നത്, ഈ PWDയുടെ മന്ത്രിയായിട്ട് അങ്ങ് ആ സമയത്ത് ചുമതലയെടുക്കുമ്പോൾ കുറെ എഞ്ചിനീയേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളൊക്കെ അല്ലെങ്കിൽ ഗവൺമെന്റ് ബിൽഡിംഗ്സ് ഒക്കെ എവിടെ ഉണ്ടാക്കിയാലും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. ഒന്നിന്റെ മേളിലാണെങ്കിൽ മറ്റേ ഒരേ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമാജിനേറ്റീവ് ആയി ചിന്തിച്ചൂടെ എന്ന്. അതെ, കോൺക്രീറ്റ് ഒരുപാട് ഉപയോഗിക്കുക, എന്നാൽ അത് ഒരു അഴിമതിയാണ്. കമ്പി ഒരു, അതായത് എഞ്ചിനീയറിംഗ് എസ്തറ്റിക്സിലെന്ന് ഞാൻ പറഞ്ഞു, എല്ലാം മാറിയില്ലേ. പാലങ്ങളൊക്കെ മനോഹരമാണ്. 500 പാലമാണ് ഡിസൈൻ ചെയ്തത് 5 വർഷം കൊണ്ട്. 500 50 വർഷം കൊണ്ട് ചെയ്തിട്ടില്ല. 200 ഇപ്പോഴും പൂർത്തീകരിച്ച് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാം ഗവൺമെൻറ് ചെയ്യാം. എല്ലാ പണവും വെച്ച് വന്നു തന്നെ എല്ലാം ചെയ്തില്ല. എല്ലാ റോഡുകളും 7 വർഷമൊക്കെ ആയിപ്പം, 7 വർഷമായിട്ടും കേടാവാതെ കിടക്കാൻ പല റോഡുകളും. പണ്ട് ആദ്യത്തെ വർഷം പൊട്ടിപ്പോകരുത്. അപ്പോൾ അതിനൊരു ഡെഡിക്കേഷൻ ഞങ്ങൾ കാണിച്ചില്ല. ഞാൻ എഞ്ചിനീയർ ഞങ്ങളെല്ലാം കൂടെ അതിന് പിണറായി നല്ല സഹായം ചെയ്തത്, നേതൃത്വം നൽകിയില്ലേ. അങ്ങനെയല്ല, എല്ലാ അദ്ദേഹത്തോട് യോജിച്ചല്ലേ ചെയ്യുക. പിന്നെ വൈറ്റ് ടോപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ആലപ്പുഴ കൊണ്ടുവന്നല്ലോ, നിങ്ങൾക്ക് കാണാം. 30 വർഷം കേടുപാടില്ല, റിപ്പയർ വേണ്ട. ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ടുപിടിച്ചാൽ അവർ 900 കിലോമീറ്ററിന് 10 കോടി രൂപ വെച്ച് 9,000 കോടി രൂപ വെച്ചിട്ട് അവരവിടെ പണിയും. അവർക്ക് 24 മീറ്ററാണ്, നമുക്കിവിടെ 12 മീറ്ററേ ഉള്ളൂ. ഇവിടെ 5 കോടി വെച്ച് ടൗണിൽ ഞാൻ 12 കിലോമീറ്റർ, ഐസക്കിൻ്റെ ഈ മണ്ഡലത്തിൽ ഞാൻ 10 കിലോമീറ്റർ പണി, 22 കിലോമീറ്റർ, 100-110 രൂപ. അതെല്ലാം ഇപ്പോൾ കാണാം. നമ്മൾ ഈ PWDയുടെ നേട്ടം പറയുമ്പോൾ തന്നെ PWDക്ക് വലിയൊരു ചീത്തപ്പേരുണ്ട് കേരളത്തിലെ. നമ്മുടെ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മിച്ച മലേഷ്യൻ കമ്പനിയുടെ പ്രമുഖ കോൺട്രാക്ടറിന് തൂങ്ങി വരിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ സംസ്ഥാനം കാശ് കൊടുത്തില്ലായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് സമയത്ത് ആണ് അതിന്റെ ഒരു മെജോറിറ്റി. എന്താ സംഭവിച്ചത്? അതായത് എന്തുകൊണ്ടാണ് ഈ കോൺട്രാക്ടർമാർക്ക് ഇത്രയേറെ കഷ്ടപ്പാട് PWD? KSTPയുടെ കീഴിലായിരുന്നു ആ റോഡ് പണിഞ്ഞാന്ന്. ആദ്യത്തെ KSTPയുടെ റോഡ് നിർമ്മാണമൊക്കെ അന്ന് വളരെ ഗംഭീരമായിരുന്നു. പിന്നെ അതൊക്കെ പൊളിഞ്ഞു പോയി. KSTP അങ്ങ് സ്റ്റാൻഡേർഡ് ഇല്ലാതെ പോയി. അത് ശരിയാണ്, ആത്മഹത്യ ചെയ്ത് പറ്റിയത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ PWDക്ക് ഗവൺമെൻറ് പണം കൊടുക്കില്ല. ഗവൺമെൻറ് കൊടുത്താലല്ലേ PWDക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കാലത്ത് അതൊക്കെ മാറ്റി. നമ്മുടെ പണമൊക്കെ ചോദിച്ചു വാങ്ങിച്ചു. എല്ലാ ചർച്ചയൊക്കെ കാണത്തില്ല ഐസക്കുമായിട്ട്. ചിലത് CM-നെ വിളിച്ചു. അങ്ങനെ പൈസ കിട്ടുമെന്ന് ഉറപ്പായി. എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും ഒറ്റക്കെട്ടായിട്ടൊന്നുമില്ല പണിയൊക്കെ കാണും. അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യാനൊക്കെ തന്നെ. പിന്നെ 10 പൈസ നമുക്ക് വേണ്ട. കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് നല്ല പൈസ ഊറ്റുമല്ലേ, അവിടെ അത് കുറച്ചേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർ സേഫായി. അതാണ് അവരെല്ലാവരും ഇപ്പോഴും ചോദിച്ചാൽ മതി, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ പണം മുഴുവൻ ഞങ്ങളുടെ കയ്യിലിരിക്കും. മറ്റേതെന്താ പറയുന്ന ഒരു നെക്സസ് ഉണ്ടല്ലോ, നാഷണൽ ലെവലിൽ ഓറ കമ്മീഷൻ പറയുന്നുണ്ട്. അതായത് കറക്റ്റ് ഒഫീഷ്യൽസ്, കറക്റ്റ് കോൺട്രാക്ടേഴ്സ് ആൻഡ് കറക്റ്റ് പൊളിറ്റീഷ്യൻസ്. ആ നെക്സസ് ഞങ്ങൾക്ക് പൊട്ടില്ല, ആർക്കും സംഭാവന കൊടുക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണേൽ കൊടുത്തോളൂ, അല്ലാതെ ചോദിക്കുന്നവർക്കൊന്നും കൊടുക്കരുത്. മറ്റേ എല്ലാവർക്കും വീതം വെച്ച് കഴിയുമ്പോൾ 100 കോടി രൂപയുടെ ഒരു വർക്ക് എടുത്തു, 40 കോടിയും പലർക്കായിട്ട് കൊടുക്കണം. പിന്നെ അയാളെടുക്കും ഒരു 10-20 കോടി, പിന്നെ 40 കോടി അവിടെ കിടക്കത്തുള്ളൂ. റോഡ് കേടായിപ്പോൾ ഇതങ്ങനെ ഇല്ലാതാക്കിയല്ലോ ആ 5 വർഷം. അത് അങ്ങനെ പറ്റുമെന്നുള്ളവർക്കും ആദ്യമൊക്കെ റെസിസ്റ്റ് ചെയ്തവരെ നടപടിയെടുത്തു, ഇഷ്ടംപോലെ നടപടിയെടുത്തു. ചീഫ് എഞ്ചിനീയർ വരെ നടപടിയെടുത്തു. പിന്നെ അതങ്ങ് നിന്നു. അവരെല്ലാം റീസ്റ്റേറ്റ് ചെയ്തു, ആരും പുറത്താക്കിയില്ല. എല്ലാവർക്കും ഹാപ്പിയായി, എഞ്ചിനീയേഴ്സിനും കൂടെ ഹാപ്പിയായിരുന്നു. ഇപ്പോഴും അവർ പറയും.